Guys, welcome back to my channel. This is Shapna Shaja and this is Aman. നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു ഗായ്സ്. ഇന്നലെ നമ്മുടെ വ്ളോഗ് പെട്ടെന്ന് നിർത്തേണ്ട സാഹചര്യങ്ങൾ വന്നു. ഇന്നലെ കുറേ ആൾക്ക് വയ്യാതായി, ഹോസ്പിറ്റലൊക്കെ ആയി നൈറ്റ്. അപ്പോൾ അവിടെ എത്താൻ നമ്മൾ ലേറ്റായി. ഇപ്പോൾ സമയം 11 ആയി. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഫോർച്യൂണർ നമ്മൾ ആദ്യം വന്ന ഡൽഹിയിൽ നിന്ന് ഫുഡിലെ സ്ഥലത്ത് തന്നെ എത്തി ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് വരുന്നു. ബാക്കി നമുക്ക് ഇങ്ങനെ വലിയ പരിപാടി ഒന്നുമില്ല. ജസ്റ്റ് ഇവിടുന്ന് ഫുഡ് കഴിക്കുക, സരോജന നഗർ പോകുന്നു, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നു, തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് ചെറുതായി കുറച്ച് കാണാം. ബാക്കി നമുക്ക് വരികയാണ്. ഫുഡ് ബ്രെഡ് ബട്ടർ ആലു പൊറോട്ട എടുക്കാം. നമുക്ക് പൂരി എടുക്കാം. കിഴങ്ങറി എടുക്കാം. ഓ അത് മൂടാട്ടോ, നമ്മ അന്ന് വന്നപ്പോൾ കഴിച്ചത് മൂട് ഫുഡാ. മക്രോണി ഉണ്ട് ഗൈസ്, മക്രോണി എടുക്കാം. നമുക്ക് ഒരു എഗ്ഗും കൂടി എടുക്കാം. നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. ഹലോ ഗൈസ്, നമ്മളിതാ അപ്പോൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മളെല്ലാവരും ഫ്രഷപ്പായി എല്ലാവരും ഉണ്ട് ഗൈസ്. അയ്യോ അല്ല, അപ്പോൾ നമ്മളെ പാക്കേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ അപ്പാടെ മുങ്ങുന്നത് എല്ലാം എൻ്റെ അടുത്ത് പറയാൻ പറ്റും. നീ അടിപൊളി ബസ്, അടിപൊളി സ്റ്റേ, അടിപൊളി ഫുഡ്. ഇതെല്ലാം നേരെ തിരിച്ചു ചിന്തിച്ചാൽ മതി ഗൈസ്. ഓൻ്റെ അമ്മായിൻ്റെ അടുത്ത് ഇവിടെ താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഒരു ക്ഷേത്രം നമ്മളൊരു 80 ആക്കായിട്ട് ക്ഷേത്രം കണ്ടുവച്ചിട്ടുണ്ട് താമസിക്കാൻ. അല്ലേ ഗോപിക? 80 ആക്കായിട്ട് നമ്മള് ക്ഷേത്രം കണ്ടുപിടിച്ചിട്ടില്ലേ നമ്മളെ? പിന്നെ തപസ്സരിക്കാൻ പോയതുണ്ട്. പേര് വേണി പറഞ്ഞോ. പ്ലസ് സീറ്റിലിതാ പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മളെ ബസ്സിന് വേണ്ടിയിട്ട് ബസ് വരാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളെ കാലശേഖര നമ്മളെ ടീമിനെ കുറിച്ച് എന്താണ് പറയാനുള്ള വന്നത്? സത്യം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ടീം. നമുക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ബിക്കോസ് പിന്നെ റൂമായാലും ഫുഡായാലും നമുക്ക് വേണ്ടിയിട്ടുള്ള എന്തായാലും ഒരു ഗൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏകദേശം നമ്മളെല്ലാ കഴിയുന്ന വരെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം. ഇത് നമ്മളെ അവിടുന്ന് മണാലിയിൽ നിന്ന് കയറ്റി വിട്ടിട്ട് പിന്നെ ഓനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ അവിടുന്ന് നടത്തിച്ച് ഒരു 3-3.5 കിലോമീറ്റർ തണുപ്പത്ത് പിള്ളേർ. അങ്ങനെ രാത്രി ഇന്നലെ കുറേ പിള്ളേരും കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഒരാളും ഇനി ദയവ് ചെയ്ത് ഈ കാലചക്ര എന്ന് പറഞ്ഞ ഒരു പേജ് ഫോളോ ചെയ്യുകയോ അല്ല പിന്നെ ടീമിനെ എടുക്കുകയോ ചെയ്യരുത്. അത്രക്കും ഒട്ടിയ ടീമാണ്. വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെ അകത്ത് നമുക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പിന്നെ ഒരാളും ആ ഒരു കാലചക്ര പേജ് അല്ല ആ കാലചക്ര എന്താണ് പാക്കേജോ ആര് ചൂസ് ചെയ്യാൻ മുന്നിടരുത്. സാർ, നമ്മളെ പാക്കേജിനെ കുറിച്ച് 2 വാക്ക്. വളരെ വൃത്തികെട്ടത്. അതിന് പിള്ളേർ നെഗറ്റീവായിട്ടുള്ള കമൻസ് പറയുമ്പോൾ അവരെ കൊഴിച്ച് മഞ്ഞ് താഴ്ത്തുന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ മണാലി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗൈഡ് നമ്മുടെ ഭാഗത്തേക്ക് വന്നിട്ടില്ല. പൈസ വാങ്ങിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്ന അത്രയും നാറിയ ഏർപ്പാടാണ് ഈ ഒരു പാക്കേജിൽ. ഒരു കാരണവശാലും ആരും ഈ ഒരു പാക്കേജ് എടുക്കരുത്. പ്ലെയിൻ പറക്കുന്ന കണ്ട ആ ഒരു ഇതിൽ നമ്മളെ ചങ്ങായി വാങ്ങിയിട്ടുണ്ട് സാബിത്ത്. അയാൾ 150 പറഞ്ഞപ്പോ 100 രൂപ വാങ്ങിച്ചത്. നമ്മളെല്ലാം പിന്നെ പൈസ ഓർക്കാനോ ഓനെ അയാൾക്ക് പൈസ കൂട്ടിട്ട് കൊടുത്ത് വാച്ചെല്ലാം വാങ്ങി പുതിയതാ. ഏതല്ലേ പോയിക്കൊണ്ടിരിക്കാണ് ഗായ്സ്. നൈസ് വ്യൂ അല്ലേ? മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ കൂടെ ഉണ്ട് മാർക്കറ്റിലേക്ക്. വിഷമമുണ്ടോ? എന്തിനാ വിഷമം? അപ്പോൾ ഭയങ്കരമായിട്ട് പരാജയപ്പെട്ടതിൻ്റെ ഒരു പ്രശ്നം. നമുക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ല ഈ ഒരു സ്ഥലം കാണുന്നത്. പക്ഷേ പിള്ളേരെ സംബന്ധിച്ച് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വന്നിട്ട് അവർക്കൊരു സന്തോഷമുള്ളൊരു സാധനം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. കാര്യം ഇത് ലൈഫിലൊരു കൈവി മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ ഒരു തരത്തിൽ ഒരു ട്രാജഡിയായി മാറിയത്
വല്ലാത്തൊരു സങ്കടമുണ്ട് എല്ലാവർക്കും. ബിക്കോസ് നമ്മളെ പാക്കേജ് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട പാക്കേജായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഒന്നും പറയാനില്ല ആ പാക്കേജിനെ കുറിച്ചാവുന്നത്. മണാലികളുടെ ഡോണുകളായിരുന്നു അവിടുത്തെ പാക്കേജിന്റെ ഡോണുകളാണെന്ന് പറഞ്ഞത്. അവിടുന്ന് അവരെന്ത് ചെയ്താലും പുറം ലോകം അറിയില്ല. മഞ്ഞിൻ്റെ അടി പൂത്തി മഞ്ഞിൻ്റെ അടി പൂത്തു എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മുടെ തോന്നിട്ട് നേരെ ഡബിൾ സ്റ്റാൻഡ് കളിയായിരുന്നു. രാവിലെ വന്നിട്ട് മൊത്തം മാപ്പുറച്ചിലൊക്കെ ആയിരുന്നു. നേരെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പോയിട്ട് ഭീഷണിയായിരുന്നു. ഇങ്ങനെയുള്ള കളികളൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ കാലചക്ര ടീംസ്. അതുകൊണ്ട് ഇനി ഒരാളും അതിനു വേണ്ടി മുന്നിടരുത്. ആര് പാക്കേജിന് വേണ്ടി ആരും നോക്കരുത്. അതിനും കൂട്ടി നല്ല നല്ല പാക്കേജസ് ഇഷ്ടം പോലെ ഉണ്ട്. പൈസ കുറവ് നോക്കിയിട്ട് അല്ലെങ്കിലോ എന്താണ് അവരിത് നോക്കിയിട്ടോ പോകരുത്. അറിയുന്ന ആളെ വെച്ചിട്ട്. പക്ഷേ നിങ്ങൾ പെട്ടുപോകും, അത്രേ പറയുള്ളൂ. നമ്മൾ പോയ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. വളരെ മോശം പാക്കേജ്. ഉണ്ടാക്കിയത് പോയല്ലോ അതില് നേരത്തെ ഇന്നലെ പറഞ്ഞില്ല. ബിൽഡിങ് കഫേ അടക്കം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത് ഇതേപോലെ പറ്റിച്ചുണ്ടാക്കിയ പൈസയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കഫേ ഇടിഞ്ഞു പോയത്. അങ്ങനെ തന്നെ വേണം. ഇനിയും ഇതിൻ്റെ എല്ലാം തകർന്ന് പോവുകയും ചെയ്യും, പൊന്തി പോവുകയും ചെയ്യില്ല. അങ്ങനെ തന്നെ വേണം അല്ല സാർ. നമ്മൾ സരോജിനി മാർക്കറ്റിൽ നിന്നൊക്കെ എല്ലാവരും പർച്ചേസൊക്കെ ചെയ്തു. സാർ നമുക്ക് ബാഗെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് വാങ്ങിച്ചൊരു ബാഗ് കാണിച്ചത് സാർ ഒരു ബാഗ് നിറച്ചും വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് നിറച്ചു സാധനങ്ങളാണ് സാർ. ഇത്രയും കാലം സാർ സമ്പാദിച്ച മൊത്തം ആ ബാഗിലുണ്ട്. ഒരു വർഷത്തെ സമ്പാദ്യം നേരിട്ടുള്ളത്. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും ഇപ്പം ഹാപ്പിയായി. നമ്മൾ 6 ആള് ഓട്ടോയിലായിരുന്നത്. അവരെത്താൻ പറഞ്ഞ ടൈമിന് കറക്റ്റ് എത്തിയില്ല. അപ്പോൾ അവർ ഓട്ടോയിൽ അയച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നൊരു 3 കിലോമീറ്ററും കൂടെ പോയാൽ നമ്മൾ സ്റ്റേഷനത്തായിരിക്കും. നിസാമുദ്ദീൻ സ്റ്റേഷൻ നമ്മുടെ ട്രെയിനുള്ളത്. അപ്പോൾ ബാക്കി നമുക്ക് ട്രെയിനിൽ കയറിയിട്ടുള്ള ബാക്കി നമുക്ക് വിശേഷങ്ങളാണ്. ഫുഡൊന്നും കഴിച്ചിട്ടില്ലാരും. എല്ലാവർക്കും വിശന്നത് വരാൻ തുടങ്ങി. നമുക്ക് ബാക്കിയുള്ളത് അവിടെ എത്തിയിട്ടാണ്. നമുക്ക് AC ബസ്. എൻ്റെ ഫ്രണ്ടും ബാക്കെല്ലാം കാണാൻ ഒരു ഗൈസ്. അപ്പം നമ്മളെല്ലാവരും ട്രെയിനിൽ ഇറങ്ങാൻ പോയത് ഗൈസ്. സ്റ്റേഷൻ ഇറങ്ങാൻ പോയത് നമ്മളെ ചെക്കന് അഫ്താബ് ചെക്കൻ മാത്രം ഫ്ലൈറ്റിൽ വരുന്നത്. റിച്ച്മാൻ സോളോ അല്ല എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. ഇനി നമുക്ക് ഇനിയുള്ളത് വെറും 2 കിലോമീറ്റർ. എല്ലാവരും അതിനായി തയ്യാറെടുപ്പിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഓടിപ്പടച്ചിട്ട് നമ്മളിങ്ങനെ ട്രെയിനിലേക്ക് കയറിയത് ഗൈസ്. അത്രയും ഇവർക്ക് ബസ് മിസ്സായി. ഇവരെ ഓട്ടോയിലാണ് വന്നത്. അപ്പൊ ഓക്കെ, ഇവര് ഫ്ലൈറ്റില് വരുന്നത് ഇവര് വലിയ ആൾക്കാരാണ്. അപ്പൊ നമ്മളിതാ ദേദോനെ വരുന്നുണ്ട് ഗായ്സ്. നീല ഇട്ടിട്ട് ഇത് ആണല്ലോ പെണ്ണല്ലേ. അപ്പൊ ഗായ്സ് നമ്മളിതാ ട്രെയിനിൽ കയറി. പിന്നെ ബാക്കിയുള്ളവർ നമ്മളെ ബാക്കി വരുന്നവർക്ക് എല്ലാവരും പറഞ്ഞു. പിന്നെ അപ്പോൾ നമ്മൾ പിന്നെ എല്ലാവരും ഒന്ന് സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കട്ടെ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ബാക്കി നോക്കാം. ബൈ. നമ്മളിപ്പോൾ ഉള്ള ട്രെയിനിലാണ് ഗായ്സ്. നമ്മൾക്ക് സീറ്റൊക്കെ കിട്ടി ഗായ്സ്. നമ്മളെല്ലാവരും സെറ്റായി. അപ്പോൾ നമ്മുടെ യാത്ര ഇതാ തീർന്നുകൊണ്ടിരിക്കുന്നു ഗായ്സ്. വിഷമങ്ങളൊന്നുമില്ല, എന്നാലും ചെറിയ സങ്കടങ്ങൾ അതൊക്കെ മാറ്റാം. എന്നാലും കാലചക്രം നമ്മളെ പറ്റിച്ച് അത് വേറെ കാര്യം. ആരും അവരെ ഓർത്ത് പോകരുത് എന്നില്ല സാർ ഇട്ട പറഞ്ഞു. അപ്പം നമുക്ക് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് 9:00 ആവത്തെ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനടുത്ത് മുംബൈയിലേക്കാണ് നമ്മളെ യാത്ര. രാവിലെ 9:15 നമുക്ക് മുംബൈയിലെത്തും. അതിന് മുന്നേ എല്ലാവരും എണീക്ക് പോവാം. ഓക്കെ, 9:15 മുന്നേ എല്ലാവരും എണീച്ച് സെറ്റായി നിൽക്കാം. 9:15 എത്തുന്നതായിരിക്കും ട്രെയിന്. അവിടുന്ന് പിന്നെ വ്യത്യാസം വൈകുന്നേരം ഉള്ളൂ. അപ്പോൾ പ്രശ്നമില്ല. അവിടുന്ന് പോയിട്ട് പാക്കേജ് ഒന്നും ചെയ്യാം. വീഡിയോ ആണല്ലേ നമ്മളത് അന്താക്ഷരി കളിക്കാൻ പോകുന്നത്. ഹായ് ഗൈസ്. ഹായ് 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 ഇവിടെ ഉണ്ട് ഗൈസ്. ഹായ് കാണിക്കൂ ഗൈസ്. വാട്ട് ആർ യു ഡൂയിങ്? ആ കണ്ടിനി വെറുതെ കണ്ടിട്ടില്ല. കണ്ടിക്കടാ.
ഗൈസ് നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെയാണ് ടീച്ചേഴ്സ് ഗൈസ്. ടീച്ചേഴ്സിനെ കാണാനില്ല ഗൈസ്. ഓ മൈ ഗോഡ്, അഭിരാജ് സാർ ഉറങ്ങുന്നത് നോക്കൂ ഗൈസ്. പാവം, ശല്യപ്പെടുത്തണ്ട ഗൈസ്. എന്താ പാവല്? ക്രിസ്റ്റീസ് നോക്കി ഉറങ്ങുന്നത്. ക്യാ ബേട്ടാ? എന്ത് വ്ളോഗ് സാർ? വ്ളോഗിനെ നോക്ക് സാർ. ഞാൻ കണ്ടു പറയല്ലോ. അതെയാ? കരച്ചിൽ വരുന്നുണ്ടോ സാർ? നമ്മളൊക്കെ വിട്ടു പോകുന്നത്. സാറ് ഈ സാർ എടുത്ത് വെച്ചാ ഓക്കെയാ? പൊട്ടിത്തെറിക്കാൻ നോക്കണേ സാർ. ഇതേടാ ഒറിജിനൽ സാധനം എന്ന് പറഞ്ഞ് കൊടുത്തത് 300 രൂപയ്ക്ക്. ഏപ്പിളിന്റെ ഓജി തട്ടി കൊടുത്തത്. ഓക്കെ ഓക്കെ, നോക്കൂ സാർ. സാറിന് സീറ്റില്ലേ സാർ? ലോവർ ബർത്ത് കിടന്ന് സാറിന് എവിടെയാ? അല്ല, നമ്മളെ മുകളില് പോകണം. കുട്ടിയാക്കില്ലേ? കുഴപ്പമില്ല. കിട്ടിയാ? ബാഗ് കിട്ടിയാ? പാവടാ, ബാഗ് മിസ്സായി. ഇതൊക്കെ നോക്കണ്ടേ ഗായ്സ്? പോന്നതിനുള്ളിൽ കണ്ടുപിടിച്ചത് രാത്രി. അതെയാ? മുംബൈയിലാ? സീനില്ല. ടൈമുണ്ട്. ആരും അൺസബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ് ഗായ്സ്. ഹായ്. ഈ കുട്ടിക്കായിരുന്നു ഇന്നലെ ശ്വാസം മുട്ടും എല്ലാം ആയത്. എന്നിട്ട് സീനായി. അയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് 1 മിനിറ്റ്. നമ്മളെ ഐവിനെ കുറിച്ച് പറയാനുള്ള ഗൈസ്. അങ്ങനെ പറയരുത്. നമ്മളെ സഭ്യമായി സംസാരിക്കൂ. ഒന്നും പറയില്ല. മൗനം സമ്മതം. ഇല്ല, ചെയ്യുന്നില്ല. അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്ത്. അല്ല, ചെറിയൊരു അങ്ങനല്ല, അത്യാവശ്യം നമ്മൾ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്തല്ലോ. ഏത് എൻജോയ്മെന്റ്? ഓട്ടം കൂടൽ. അശ്വിൻ ആയിരിക്കാ ചാറ്റ് ചെയ്യുന്നത്? സിനിമ? ഏത് സിനിമ? എക്കുവല്ല ഇപ്പൊ കാണാലോ. സിനിമയല്ല ഇറങ്ങിയ പാട് കാണണ്ടല്ലോ അവനെ. എന്താന്ന് അവസ്ഥ ഇതല്ലോ. എന്റെ സീറ്റ് എവിടെയാ? പിരിച്ചു കിടന്നാ? ഫുഡ് എന്താ ഓർഡർ ചെയ്താ? ഓ, എല്ലാരും ബർഗർ ഓർഡർ ചെയ്താ? ബിരിയാണിയാ? അത് ഈടുത്തലം ബിരിയാണി കഴിക്കല്. രാത്രി ട്രോളിന്ന് സാധനം എടുത്തിട്ട് ബാഗിലേക്ക് ഇടുന്നത്. പിന്നെ ഫ്ലാഷ് അടിച്ചു കൊടുക്കുന്നത്. ഷഡ്ഡി എടുക്കാൻ നടക്കണേ. ഇട്ട ഷഡ്ഡി ഇട്ടിട്ട് വന്ന് കുറച്ചൊക്കെ ഉളുപ്പുണ്ടാ. ആർക്കും ഒരു ഷഡ്ഡി എടുത്തിട്ട് വരുമോ? ഞാൻ 14 എടുത്തില്ലാറിക്കേ. മണാലിലേക്ക് ഒറ്റ ഷഡ്ഡി 3 ലക്ഷമല്ല. നീ ഇപ്പൊ ഇരിക്കുന്ന ഇവർക്കെല്ലാം ബുദ്ധിമുട്ട്. അനീസേ, ഇതെല്ലാം വളരെ മ്ലേച്ഛമായ കാര്യമാണ് ഗൈസ്. അപ്പൊ നമ്മളിതാ ഫുഡ് ഓർഡർ ചെയ്തത്, സാർമാർ ഓർഡർ ചെയ്തത് KFC ആണ്. നമ്മൾ ഓർഡർ ചെയ്തത് റാപ്പാണ് ഗൈസ്. അപ്പോ സാർ റാപ്പെല്ലാം കേട്ടില്ല തിന്നു. അതെ ഗൈസ്, നമ്മളെല്ലാവരും ഉറങ്ങാൻ കിടന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടന്റ് വെച്ചാൽ ഗാരചക്രന ആരും ഇനി ചൂസ് ചെയ്യരുതെന്നാണ് പാക്കേജായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ടുമോറോ കാണാം. ബൈ ബൈ. സീ യു. ഗുഡ് നൈറ്റ്.
Afna Shahzain.